Hello dear students. So we are going to start off our class with this video. You know that the subject which I deal is managerial economics, and which will be familiar to students who have completed their plus one in commerce. Apart from CBSE and science group, all the others might be knowing about this. And this video intends to give an introduction into the subject. So we'll be discussing today what are the different definitions of economics over the years, how the word economics have been defined by different people, and we'll be discussing the areas, how it is being classified. So moving on, hope you all of you are fine and listening to my video. Economics is a social science concerned with the production, distribution and consumption of goods and services. നമുക്കറിയാം, എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ശാസ്ത്രമാണ് അല്ലേ, ഹ്യൂമാനിറ്റീസ് എന്നാണ് പറയുക. ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസസ് എന്നാണ് നമ്മൾ പഠിക്കുന്ന ഈ കോമേഴ്സ് ആർട്സ് ഗ്രൂപ്പുകളെയൊക്കെ ഒരുമിച്ച് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്നത് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സോഷ്യൽ സയൻസ് ആണ്, which is concerned with production, distribution and consumption of goods and services. എക്കണോമിക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വരിക, ചിന്താവിഷ്ടയായ ശ്യാമളയിൽ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ട് ഇതൊന്നും ഞാൻ നിന്നോട് മുമ്പേ പറയാഞ്ഞിട്ടാണ് എന്ന ശ്രീനിവാസൻ്റെ ഡയലോഗല്ലേ. ഓക്കെ, ഇറ്റ് സ്റ്റഡീസ് ഹൗ ഇൻഡിവിജ്വൽസ്, ബിസിനസ്സസ്, ഗവൺമെൻറ്റ്സ് ആൻഡ് നാഷൻസ് മേക്ക് ചോയ്സ് അബൌട്ട് ഹൗ ടു അലോക്കേറ്റ് റിസോഴ്സസ്. നമുക്കറിയാം നമ്മളെടുത്തുള്ള റിസോഴ്സസൊക്കെ limited ആണ്, and all these resources are having alternative uses, and so അതുകൊണ്ട് ഇതിൽ എന്താണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇൻഡിവിജ്വൽസ് ആയാലും ബിസിനസ് ആയാലും ഗവൺമെൻറ് ആയാലും എങ്ങനെയാണ് ദേ മേക്ക് ചോയ്സസ് ഓഫ് ഹൗ ടു അലോക്കേറ്റ് ദ റിസോഴ്സസ്. The English word economics is derived from the ancient Greek word oikonomia, meaning the management of a family or a household. All this might be familiar to you. വീട്ടിൽ കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യാം, ഹോംലി അഫെയർസ്. അപ്പോൾ ഒരു സ്ത്രീ, ശരിക്കൊരു വീട്ടമ്മയാണ് ഏറ്റവും നല്ല എക്കണോമിസ്റ്റ് എന്ന് പറയും, ഇഫ് ഷീ ഈസ് ഏബിൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരാണ് വീട്ടിലെ ചിലവുകളും വലിയ വലിയ എക്സ്പെൻഡിച്ചറിന് വേണ്ടി പൈസ സ്വരുക്കൂട്ടി വെക്കുന്നതും ഒക്കെ അവരാണ്. അപ്പം നല്ല വീട്ടമ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മണി മാനേജ്മെൻറ്റ് വീട്ടിൽ നടത്തുന്ന പഴയ കാലത്ത് ആണെങ്കിലും സ്ത്രീകൾ വളരെ ഏബിളായിരുന്നു. അതിൽ നിന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നൗ മൂവിങ് ഓൺ ടു ദ ഡെഫിനിഷൻസ്. നമുക്കറിയാം ഇങ്ങനെ 4 ഗ്രൂപ്പായിട്ട് ഈ ഡെഫിനിഷൻസിനെ തിരിച്ചിരിക്കുന്നു. ദർ ഇസ് വെൽത്ത് ഡെഫിനിഷൻ. ഓർക്കുന്നുണ്ടാവും, ആരുടെ പേരാണ് ഓർമ്മ വരിക വെൽത്ത് ഡെഫിനിഷൻ പറയുമ്പോൾ? റൈറ്റ്, ആഡം സ്മിത്ത്. ദെൻ വെൽഫെയർ ഡെഫിനിഷൻ, സ്കാർസിറ്റി ഡെഫിനിഷൻ, ഗ്രോത്ത് ഡെഫിനിഷൻ. ഓക്കെ, സ്കാർസിറ്റി ഡെഫിനിഷനാണ് വളരെ ഫേമസ് ആയിട്ടുള്ളത്. ആരായിരുന്നു? ഡു റിമെമ്പർ ഹിം? റോബിൻസ്. റൈറ്റ്. ദെൻ മൂവിങ് ഓൺ ടു ഇൻ ഡീറ്റെയിൽ വെൽത്ത് ഓർ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ്. It was in 1776 that Adam Smith, a Scottish economist, published a book. What is the name of the book? An Inquiry into the Nature and Causes of Wealth of Nations. And in this book, he gave a definition regarding economics, and according to him, or the people who believed in his way of thought, regarded economics as a science of wealth, which studies the process of production, consumption and accumulation of wealth. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് സമ്പാദിക്കുക, സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുക, അത് അക്യുമുലേറ്റ് ചെയ്യുക, അതെങ്ങനെ ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നതാണ് വെൽത്ത് ഡെഫിനിഷൻ. ഇതായിരുന്നു ആഡം സ്മിത്തിൻ്റെ കോൺസെപ്റ്റ്. രണ്ടാമത് വന്നിട്ടുള്ളത് വെൽഫെയർ ഡെഫിനിഷൻ, ഓൾസോ നോൺ ആസ് നിയോ ക്ലാസിക്കൽ ഡെഫിനിഷനാണ്. ആരായിരുന്നു? നമ്മുടെ മാർഷൽ ചേട്ടനാണ്. Alfred Marshall's definition is regarded as a welfare definition, and he was a mathematician. അയാളൊരു പുലിയായിരുന്നു കേട്ടോ. He was a mathematician, a geometrician, and later on and he also was an economist. അങ്ങനെയുള്ള ഒരു മാത്തമെറ്റീഷ്യനും ജോമെട്രീഷ്യനും ആയിട്ടുള്ള ഒരാളാണ് എക്കണോമിക്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇൻ ഹിസ് ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് പബ്ലിഷ്ഡ് ഇൻ 1890 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ബുക്കിലാണ് ഈ വെൽഫെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഓഫ് ഇക്കണോമിക്സിനെ
മാർഷൽ പ്രസൻറ്റ് ചെയ്യുന്നത്. എന്താ പറയുന്നത്? പൊളിറ്റിക്കൽ എക്കണോമിക്സ് ഓർ ഇക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് മാൻകൈൻഡ്, മനുഷ്യരെക്കുറിച്ചുള്ള പഠനമാണ്. ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് ഇറ്റ് എക്സാമിൻസ് that part of individual and social actions which is most closely connected with the attainment and with the use of material requisites of well-being. മനുഷ്യരെ കുറിച്ചുള്ള പഠനമാണ്. എന്താ പഠിക്കുന്നത്? എങ്ങനെയാണ് മനുഷ്യർ അവരുടെ ജീവിത ഉപാധികൾ അറ്റൈൻ ചെയ്യുന്നത്, ആൻഡ് ഹൗ ദ യൂസ് ഇറ്റ്, അവരുടെ ഗുണത്തിന് വേണ്ടി, അവരുടെ വെൽഫെയറിന് വേണ്ടി അവരെങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നുകൂടെ പറയുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ പറയുന്ന ഈ സാമ്പത്തിക ശാസ്ത്രം എന്നോ എക്കണോമിക്സ് എന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് നത്തിങ് ബട്ട് ഹൗ ദേ അറ്റെയിൻ ദ മീൻസ് ഓഫ് ലിവിങ് ആൻഡ് ഹൗ ദേ യൂട്ടിലൈസ് ഇറ്റ്. ഇതാണ് വെൽഫെയർ ഡെഫിനിഷൻ. മൂവിങ് ഓൺ ടു ദ സ്കാർസിറ്റി ഡെഫിനിഷൻ. ആരായിരുന്നു? ഞാൻ ആദ്യം പോയിൻ്റ് ഔട്ട് ചെയ്തു. യെസ്, ഇറ്റ്സ് ദെയർ ഇൻ യുവർ മൈൻഡ്. ലയണൽ റോബിൻസ്. ഇറ്റ്സ് കോൺട്രിബ്യൂട്ടഡ് ബൈ ലയണൽ റോബിൻസ് ഇൻ ഹിസ് ബുക്ക്. എല്ലാ ചേട്ടന്മാരും ബുക്ക് എഴുതിയിട്ടുണ്ട്. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക് സയൻസസ്, പബ്ലിഷ്ഡ് ഇൻ 1932. നമ്മുടെ കാലത്തേക്ക് വന്നു 1932. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക് സയൻസ്. അതിൽ പറയുന്നു, ഇതാണ് നമ്മൾ ഏറ്റവും യൂസ് ചെയ്യുന്ന ഒരു ഡെഫിനിഷൻ. സ്റ്റിൽ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പെട്ടെന്ന് എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ ശ്രീനിവാസൻ വരെ പറയുന്ന ഡെഫിനിഷൻ ഇതാണ്. എക്കണോമിക്സ് ഇസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യൻ്റെ പെരുമാറ്റമാണ്, ബിഹേവിയറാണ് പഠിക്കുന്നത്. ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കാർസ് മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. പല ഉപയോഗങ്ങളുള്ള ഈ റിസോഴ്സസിനെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആ ബിഹേവിയറിനെയാണ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്കാർസിറ്റി ഡെഫിനേഷൻ. അവിടെ ഫോക്കസിങ് എന്താണ്? ആഡം സ്മിത്ത് ഫോക്കസ് ചെയ്തത് സമ്പാദ്യം എന്ന് പറയുന്ന വെൽത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ്. നമ്മുടെ മാർഷൽ വന്നിട്ട് അത് എങ്ങനെ ആൾക്കാരുടെ വെൽബീയിങ്ങിന് ഉപയോഗിക്കുന്നു, അതുകൊണ്ടാണ് അതിനെ വെൽഫെയർ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇയാൾ വന്നിട്ട് റോബിൻസ് വന്നിട്ട് അതിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഹൗ സ്കാസ് ഇറ്റ് ഈസ്. നമ്മൾ മീൻസ് എന്ന് പറയുന്നത് വളരെ സ്കാസാണ്, പക്ഷെ നമ്മുടെ ആവശ്യങ്ങളെന്ന് പറയുന്നത് ഒരുപാടുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെ ഈ സ്കാസ് റിസോഴ്സസ്, ഒരുപാട് യൂസസ് ഉള്ള ഈ സ്കാസ് റിസോഴ്സസിനെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക? നമ്മുടെ സ്വഭാവം അനുസരിച്ചിരിക്കും അല്ലേ? നിങ്ങളുടെ അടുത്ത് 10,000 രൂപ തന്നാൽ നിങ്ങൾ ചിലപ്പോൾ പോയി മൊബൈൽ വാങ്ങിക്കും. പക്ഷെ ഒരു വീട്ടമ്മയുടെ അടുത്ത് 10,000 രൂപ കിട്ടിയാൽ ഷീ മൈറ്റ് ബി യൂസിങ് ഇറ്റ് ഫോർ മോർ ക്രിയേറ്റീവ്ലി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്കാർസിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്നത്. മൂവിങ് ഓൺ ടു ദ ഗ്രോത്ത് ഡെഫിനിഷൻ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എക്കണോമിക്സിൻ്റെ വേ ഓഫ് തോട്ടിന്, അതായത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഈ സ്കാർസിറ്റി ഡെഫിനിഷൻ മനസ്സിലിങ്ങനെ ഉറച്ചു നിൽക്കുന്നത്. ഈ സ്കാർസിറ്റി ഡെഫിനിഷന് ശേഷം വന്നിട്ടുള്ള ഒരു റെവല്യൂഷനിസ്റ്റിക് ഇക്കണോമിക് തിങ്കിങ് എന്ന് പറയുന്നത് JM കെയ്ൻസിൻ്റെ ഭാഗത്തു നിന്നാണ് വന്നത്. ദ സ്റ്റഡി ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ സ്കാർസ് റിസോഴ്സസ് ആൻഡ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഒന്നും കൂടെ കടന്ന് ചിന്തിച്ചു എങ്ങനെയാണ് ഇതിനെക്കുറിച്ച്, സ്കാർസ് റിസോഴ്സസിനെ കുറിച്ച് തന്നെയാണ്, പക്ഷേ അതെങ്ങനെയാണ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യുന്നത്, ഹൗ ഇറ്റ് ലീഡ്സ് ടു ജനറേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അതിൽ ഗ്രോത്ത് ഡെഫിനിഷനിൽ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് പ്രൊഫസർ സാമുൽസനെയാണ്. സാമുൽസൺസ് ഡെഫിനിഷൻ ഇസ് ബേസ്ഡ് ഓൺ ദ ഗ്രോത്ത് ആസ്പെക്ട്. Economics is the study of how men and society choose with or without the use of money to employ scarce productive resources which could have alternative uses. ഇതുവരെ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. To produce various commodities over time and distribute them for consumption now and in the future among various people and groups of society. അപ്പോൾ നമുക്കുള്ള റിസോഴ്സസിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊക്കെ ഓരോരുത്തരും പറഞ്ഞു. പക്ഷേ സാമുൽസണിലെ ഗ്രോത്തിലേക്ക് എത്തിയ സമയത്ത് ഇതെങ്ങനെയാണ് ഫർദർ പ്രൊഡക്ഷന്, ഫർദർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിന്, ഫർദർ കൺസംഷന് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഗ്രോത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദെൻ ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ്. നമുക്ക് മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും ഉണ്ട്.
മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് ദി ഇക്കോണമിയാണ് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ചെറുത്, അതിൻ്റെ സൂക്ഷ്മതലത്തിൽ അതിനെ പഠിക്കാം. ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ, എ ഫേം ഓർ എ കൺസ്യൂമർ. ഒരു പെർട്ടിക്കുലർ യൂണിറ്റ്, ഒരു ഫേം ആവാം, ഒരു ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ആവാം. അങ്ങനെ പഠിക്കുമ്പോൾ അത് മൈക്രോ ആണ്. എ കോമ്പണൻറ്റ് ഓഫ് ദ ഹോൾ ഇക്കോണമി ഈസ് അനലൈസ്ഡ്, solves 3 central problems: what, how and for whom to produce. അങ്ങനെയുള്ള എന്താ പറയുക, ഏറ്റവും ചെറിയ തലത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഫോക്കസ് ചെയ്യുന്നതാണ് മൈക്രോ ഇക്കണോമിക്സ്. ദെൻ വി ഹാവ് മാക്രോ ഇക്കണോമിക്സ്, ദാറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇക്കണോമി ആസ് എ ഹോൾ. എന്തൊക്കെ വരും അതിനകത്ത്? നാഷണൽ ഇൻകത്തിനെ കുറിച്ചുള്ള പഠനം, GNP കുറിച്ചുള്ള പഠനം, അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ, ഇതൊക്കെ പഠിക്കുമ്പം അത് മാക്രോ ഇക്കണോമിക്സ് ആവും. And it's also known as theory of income and employment. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളിന്ന് കവർ ചെയ്തത്. ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ് മൈക്രോ ആൻഡ് മാക്രോ ഇക്കണോമിക്സ് ആണ്. ഒന്ന് സൂക്ഷ്മതലത്തിലും ഒന്ന് ഹോളായിട്ടും പഠിക്കുന്നതാണ്. ദാറ്റ് ഈസ് ഓൾ റിക്വയർഡ്. Hope you understood. If you have any doubt, you can make clarifications in your WhatsApp group. Thank you.